നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള വിവാദ പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിലെ ജലന്ധറിൽ നിന്നുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചരൺജിത് സിംഗ് ചന്നി രംഗത്തെത്തിയത്. ദില്ലിയിൽ വൻ മദ്യ കുംഭകോണം സംഭവിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് പഞ്ചാബിലും നടക്കുന്നത്. അതേക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ്. മദ്യ കുംഭകോണത്തിൽ ഉൾപ്പെട്ട് 15 ദിവസത്തോളം അഴിക്കുള്ളിൽ കിടന്ന കെജ്രിവാളിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ചന്നി പറഞ്ഞിരിക്കുന്നത്. ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ പുറമെ എത്രയൊക്കെ സൗഹൃദമുണ്ട് എങ്കിൽ പോലും ഒരിക്കലും അവർക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിനെ തച്ചു തകർത്തുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് ഉദയം ചെയ്തതും തലസ്ഥാനത്തെ അധികാരം പിടിച്ചതുമൊക്കെ. ആകെ ആം ആദ്മി പാർട്ടി ഇക്കുറി മത്സരിക്കുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 28 ഇതിൽ ദില്ലിയിൽ മാത്രമേ ഇവർ സഖ്യത്തിലുള്ളൂ. ബാക്കി പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മുഖ്യ ശത്രുക്കൾ തന്നെയാണ്. മാത്രമല്ല ഗോവയിലും ഗുജറാത്തിലും അസമിലുമൊക്കെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ കൂടി ഈ സഖ്യത്തിന്റെ തണൽ പിടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി നടത്തുന്നുമുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം വേദികളിൽ നിറഞ്ഞു നിൽക്കും എന്നതായിരുന്നു. പക്ഷേ ആകെ അരവിന്ദ് കെജ്രിവാളിനെ പ്രചരണത്തിന് വേണ്ടി ക്ഷണിച്ചത് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് മാത്രമാണ്. അഖിലേഷ് യാദവിന്റെ തട്ടകമാണ് ഉത്തർപ്രദേശ്. അതിന് പുറത്തേക്ക് അഖിലേഷ് യാദവിന് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് വലിയ റോളൊന്നും ഇല്ലാത്ത ഉത്തർപ്രദേശിൽ ഇത് സാധ്യവുമാണ്. INDA എന്ന മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ കെജ്രിവാളും മമതയും കൂടി ഒരു കുറുമുന്നണി ഉണ്ടാക്കിയേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അത്ര കണ്ട് അടുപ്പമായിരുന്നു മമതയും കെജ്രിവാളും തമ്മിൽ ഉണ്ടായിരുന്നത്. കെജ്രിവാൾ പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ മമത കെജ്രിവാളിനെ ക്ഷണിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതുവരെയും ഒരു പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും മമതാ ബാനർജി അരവിന്ദ് കെജ്രിവാളിനെ ക്ഷണിച്ചിട്ടില്ല. ഇനി കോൺഗ്രസിന്റെ മുന്നിലുള്ള പ്രതിസന്ധിയാണ്. അരവിന്ദ് കെജ്രിവാളിനെ കൊള്ളണമോ അതോ തള്ളണമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇതുവരെയും ഉറപ്പുവരുത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിലായി സ്വാതി മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ പോലും ആം ആദ്മി ഉണ്ടാക്കി വെക്കുന്ന ഇത്തരത്തിലുള്ള പൊല്ലാപ്പുകളിലൊക്കെ കയറി പിടിക്കേണ്ട ഒരു അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. CPM-ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വലിയ റോൾ എങ്ങുമില്ല. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയവും അവർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതേയില്ല. മാത്രമല്ല മൂന്നാം ഘട്ടത്തിന് ശേഷം ഈ അരവിന്ദ് കെജ്രിവാൾ പ്രചരണത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിവിടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് കത്തിച്ചു നിർത്തിയ പ്രചരണ തന്ത്രങ്ങൾ അതൊക്കെ ഒറ്റയടിക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതാക്കിയത്. ഒരാവശ്യവുമില്ലാതെയാണ് നരേന്ദ്രമോദിയുടെ പ്രായം സംബന്ധിച്ചുള്ള ഒരു വിവാദം അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് ഇതിന് മറുപടിയുമായി BJP കളം നിറയുന്നു. അതിന് തൊട്ട് മുൻപ് വരെ മുസ്ലിം സംവരണം അടക്കമുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ മോദിയെ പ്രേരിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ BJPയും കോൺഗ്രസും ഒരു ഫുൾ സ്വിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൃത്യമായ രാഷ്ട്രീയം സംസാരിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കെജ്രിവാൾ വരുന്നതും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ പ്രചരണത്തിന്റെ ഒരു സ്വഭാവം തന്നെ പാടെ മാറ്റിക്കളയുന്നതും. എന്തായാലും ഇപ്പോൾ അത്തരം രാഷ്ട്രീയ ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല. മൊത്തത്തിൽ ദേശീയ തലത്തിൽ പോലും പ്രചരണങ്ങളൊക്കെ ഒരു തണുത്ത മട്ടിൽ തന്നെയാണ് പോകുന്നത്. ഈ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ദില്ലി മാത്രം സേഫാക്കിയാൽ മതി. അടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്ന വലിയ ലക്ഷ്യം മാത്രമേ ആം ആദ്മി പാർട്ടിയുടെ മുന്നിലുള്ളൂ. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടുന്ന INDA സഖ്യത്തിന്റെ പ്രധാന മുഖമായ കോൺഗ്രസിന്റെ അവസ്ഥ അങ്ങനെയല്ല. കെജ്രിവാൾ ഉണ്ടാക്കി വെക്കുന്ന ഓരോ ചെറിയ വിവാദങ്ങൾക്കും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഓടി നടന്ന് മറുപടി പറയേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് പാർട്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ INDA സഖ്യത്തിലുള്ള മറ്റ് പാർട്ടികളൊക്കെയും കെജ്രിവാളുമായി ഒരു സുരക്ഷിതമായ കയ്യകലം പാലിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ഈസ് ഇന്ത്യ മലയാളം.